നോക്കൂ നിങ്ങൾ, ഖാദിയാനികൾ പഴയ കാലത്ത് എന്താ ചെയ്തിരുന്നത്? ഖാദിയാനികൾ ആദ്യകാലത്ത് നബിദിനം ആഘോഷിച്ചവരായിരുന്നു. 920കളിലും 30കളിലും ഖാദിയാനികള് നബിദിനം ആരെ കൂട്ടത്തിലാ നബിദിനം ആഘോഷിച്ചവര്? നമ്മളെ കൂട്ടത്തിലല്ല. നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, വന്യരായ ഉസ്താദ് പറഞ്ഞു, കുത്തുബി തങ്ങളുടെ ശരീക്കായിരുന്നു KM മൗലവി എന്ന് പറഞ്ഞല്ലോ. ആ കുത്തുബി തങ്ങളെ കൂടെ ഖാദിയാനികൾ നബിദിനം ആഘോഷിച്ചിട്ടില്ല. ഖാദിയാനികൾ ആദ്യകാലത്ത് നബിദിനം ആഘോഷിച്ചിരുന്നു റബീഉൽ അവ്വൽ മാസത്തിൽ. ആരെ കൂടെ? നോക്കൂ, അവരെ ഇതാണ്. കേരളത്തിൽ യശശരീരനായ അഹ്മദി മിസനറി മർഹൂം മൗലാന അബ്ദുള്ള സാഹിബി HA നേതൃത്വത്തിൽ കേരളത്തിലെ മലയാളിയായ സമുന്നതനായ ഖാദിയാനിയാണ്. അയാൾക്ക് ഖത്മുൻ നുബുവ എന്ന് പറഞ്ഞിട്ട് കട്ടിയുള്ള ഒരു പുസ്തകം തന്നെ ഉണ്ട്. അത് അവരുടെ ഒരു പ്രമുഖനായ നേതാവാണ്. ഖാദിയാൻ ഇസ്ലാമിന് പുറത്തുപോയ ആളുകളാണ് ഇവര്. ഇപ്പൊ തെരഞ്ഞാ കിട്ടൂല. തൃശ്ശൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് ഞാൻ അവർക്കെതിരെ ഒന്ന് പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ചില ഭാഗങ്ങളുണ്ട്. കോഴിക്കോട് അവർക്ക് ഒരു പള്ളിയുണ്ട്, മണ്ണാർക്കാട് ഒരു പള്ളി ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ അങ്ങിങ്ങായി ഒറ്റയും തെറ്റായിട്ടുള്ള ഒരു വിഭാഗമാണ് അവര് പറയാ, കേരളത്തിൽ യശശരീരനായ അഹ്മദി മിസനറി മർഹൂം മൗലാന അബ്ദുള്ള സാഹിബി HA നേതൃത്വത്തിൽ മർഹൂം KM സീദി സാഹിബ്, മർഹൂം EK മൗലവി എന്നീ മുസ്ലിം നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളക്കരയിലും നബിദിനം ആചരിക്കുകയുണ്ടായി. ആരാ EK മൗലവി? ആരാ KM സീദി സാഹിബ്? ആരാ? വഹാബി പ്രസ്ഥാനത്തിന്റെ തല തൊട്ടപ്പന്മാരെ, മൗലവിമാരെ, നാട് നീളെ പ്രസംഗിക്കുന്നവരെ, നിങ്ങൾ നബിദിനം ആഘോഷിക്കാൻ വേണ്ടി നിങ്ങളുടെ കഴുത്തിൽ കെട്ടിയ ആ മുഖത്തിന്റെ മറ്റേ തലക്കിൽ ആരാണ് ഉണ്ടായിരുന്നത്? ഖാദിയാനികളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ നബിദിനം ആഘോഷിക്കലില്ല. ഇപ്പൊ നിങ്ങൾ നബിദിനാഘോഷം അത് ശിർക്കാണെന്ന് മാറ്റി പറഞ്ഞു, പിന്നെ അത് ബിദ്അത്താണെന്ന് മാറ്റി പറഞ്ഞു, പ്രത്യേകത കൽപ്പിച്ചാൽ ബിദ്അത്താണെന്ന് മാറ്റി പറഞ്ഞു. ഇങ്ങനെ പല രൂപത്തിലായി ഇങ്ങനെ വർഷാവർഷം മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അതന്നെ ഖാദിയാനികളും ചെയ്യുന്നത്. ഇപ്പൊ എന്താ ഖാദിയാനികൾ പറയുന്നത് അറിയോ? ഞാൻ ഉറുദുവിൽ വായിക്കാം. അവരുടെ ഒരു പുസ്തകം ഹയാത്തെ നൂർ എന്ന് പറഞ്ഞ ഒരു പുസ്തകം, അതിന്റെ 508ാമത്തെ പേജിൽ പറയാണ്. എന്താ പറയുന്നത്? ഈദ് മീലാദ് കെ മുതഅല്ലഖ ഹുസൂർ കാ ക്യാ ഹുക്ം ഹേ? ചോദ്യം, എന്താണ് നബിദിനാഘോഷത്തിന്റെ വിധി? ഹസ്രത്ത് ഖലീഫ അൽ മസീഹ് ഫർമായ ഈദ് മീലാദ് ബിദ്അത്ത് ഹേ. നബിദിനാഘോഷം പുത്തനാചാരമാണ്, പാടില്ലാത്തതാണ്. ഈദ് ദോഹെ, 2 പെരുന്നാളേ ഉള്ളൂ. ഇസ് തരാ തോ ലോഗ് നയി നയി ഈദ് ബനാത്തെ ജായേഗെ, ഇങ്ങനെ പുതിയ പുതിയ ആഘോഷങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. ഐസി ഈദ് നിക്കാൽന ജഹാലത്ത് കെ ബാത്ത് ഹേ, ഇത് വിഡ്ഢിത്തമാണ്. ഉൻമേ കോയി ദീനി ജോഷ് നഹി, മതപരമായ യാതൊരു സാങ്കത്യവും അതിനില്ല. ഇതന്നല്ലേ മുജാഹിദുകളും പറയുന്നത്. അപ്പൊ മുജാഹിദിന്റെ വാദയാർദാ, ഞമ്മള് ഷിയാക്കാൻ വേണ്ടി വന്നതാണ്, മത്തമ്പള്ളിന്ന് കഴിച്ചിലാവില്ല. നിങ്ങളാണ് ഇപ്പൊ വീണത്. നിങ്ങൾ കുഴിച്ച കുഴിയിൽ വീണത് നിങ്ങളാണ്. നിങ്ങളുടെ ജൽപ്പനം ഇസ്ലാമിന്റെ വാദമല്ല. നിങ്ങളുടെ ജൽപ്പനം അത് ദീനിന്റെ വിശ്വാസമല്ല. നിങ്ങളുടെ പ്രചാരണം അത് അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് ദീനിൽ നിന്ന് പുറത്തുപോയ ഖാദിയാനികളുടെ അതേ വാദം, കോപ്പി ആൻഡ് പേസ്റ്റ്, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവർ പ്രസംഗിക്കുന്നത്.